ഞാൻ എപ്പോഴും കളിയാക്കും, വേണുവിൻ്റെ നാൾ വിശാഖമാണ്, എൻ്റെ മോൻ വിശാഖമാണ്, കള്ളന്മാർ ലോകത്ത് കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം വിശാഖക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒക്കെ കളിയാക്കാറുണ്ട്. എന്ത് പറഞ്ഞാലും വേണുവിന് പക്ഷേ ഒരു പിണക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കാര്യം പോയി ചേട്ടനോട് പറയും, ചേട്ടൻ്റെ കാര്യം വന്ന് എന്നോട് പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ നടുവിൽ ചാട്ടയിലെ ആ കഥാപാത്രം മാതിരി ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു വേണുവിന്. ഞാനിപ്പോൾ ഞാനായിട്ട് പറയുന്നില്ല, വേണു തന്നെ അത് ആലോചിച്ചിട്ട് എന്തുവായിരുന്നു ആ പേര് എന്ന് വേണു ബ്രിട്ടാസിനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ, മറക്കരുത്, ഇനി അത് കളഞ്ഞേക്കരുത്. ഇനി അതിനൊരു ക്ലൂ പറയുകയാണെന്നൊരിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇഴജന്തുക്കളിൽ ഒരു സാധനമുണ്ട്, 2 തലയുള്ള, 2 അറ്റത്തും തലയായിരിക്കും അതിന്, അത് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നമുക്കറിയാനൊക്കത്തില്ല. അതിൻ്റെ പര്യായമായിട്ടൊരു പേരാണ് ഞാൻ വേണുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. വേണു അത് ബ്രിട്ടാസിനൊന്ന് പറഞ്ഞു കൊടുക്കണേ, ഞാൻ പറഞ്ഞത് ശരിയാകത്തില്ല, ചെവി പറഞ്ഞാലും മതി കേട്ടോ. ഇരുതലമൂരി ഇരുതലമൂരി. പക്ഷെ ഇരുതലമൂരി ഇപ്പം ദിവ്യമായ ഒരു സാധനമായിട്ട് മാറിയിരിക്കും. അത് കള്ളക്കടത്തിലൊക്കെ വെള്ളിമുങ്ങ പോലെ. അത് പക്ഷെ അത് അത്രയാകുമെന്ന് വിചാരിച്ചിട്ടില്ല. തീർച്ചയായും ലളിത ചേച്ചിക്ക് അതിന്റെ പ്രാധാന്യം പിടിയിട്ടില്ല. എന്തോ സൗഭാഗ്യം കൊണ്ട് തരുന്ന സാധനമാണ് ഇരുതലമൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. അപ്പൊ ചേച്ചി ഞാനുള്ള പ്രശ്നം വെച്ചാല് എപ്പോഴും എന്നെ വഴക്ക് പറയും, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ വഴക്ക് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് എന്താ അതിൻ്റെ അടുത്ത ദേഷ്യം എന്താ എന്ന് ചോദിക്കും. അപ്പൊ പ്രായത്തിന്റെ കാര്യം പറയും. പ്രായം പിന്നെ ഞാൻ വേണിനൊക്കെ ഉള്ളത് അഭിനന്ദന ചേച്ചി വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെ വിളിക്കത്തില്ല അമ്മായി എന്ന് ഞാൻ പറയും. അപ്പൊ ഒരു ദിവസം ഞാൻ ഭരതേട്ടൻ്റെ ഒരു പരിപാടി തന്നെ തൃശ്ശൂരുള്ള, ഞാൻ പറഞ്ഞു പിന്നെ ലളിത ചേച്ചിക്ക് എന്നോട് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു, മീറ്റിംഗ് പ്രസംഗിച്ചതാണ്. ഞാൻ പറഞ്ഞു അതിന്റെ പ്രധാന കാരണം പിന്നെ അവസാനം ആണ് എനിക്ക് പിടി കിട്ടിയത്. കാരണം ഭരതേട്ടൻ ലളിത ചേച്ചിക്ക് കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. അതുകൊണ്ടാണ് അതിന്റെ കുശുമ്പാണ് ഓരോരോ കാരണം പറഞ്ഞ് എന്നോട് കാണിക്കുന്നത് ഞാൻ പ്രസംഗിച്ചു. വേണുചേട്ടാ, അന്നത്തെ ആ സായങ്കാലത്തെ ഓർമ്മിക്കാനുള്ള 2 വരികൾ നമുക്കൊന്നൊന്ന് നോക്കണം. 40 വർഷം പിറകിലേക്കാ പോണേ. പക്ഷെ വേണുചേട്ടന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒറ്റ തിരികരിച്ച് അങ്ങ് എത്തും. അത്രത്തോളം പച്ച പിടിച്ച് കിടക്കണ തുരുത്തുകളാണ്, ഓക്സിജൻ വലിച്ചെടുത്താവുന്നത്. നിങ്ങൾ പാട്ട് പാടുവോ? പാടുന്നവരില്ലേ കൂട്ടത്തിൽ? അത് പാടിക്കോളൂ. കുട്ടനാട്ടിലെ പാട്ടാ അത് അവിടുത്തെ ഒരു നമ്പർ ആയിരുന്നു ആ സദസ്സിലെ. പിന്നെ അത് ഉറപ്പായിട്ടും സമയം വരും. അതെ, ഒരു സമയം വരുമ്പോ അത് പാടണം. അരവിന്ദേട്ടൻ പാടും, ഭരതേട്ടൻ പാടും, പാടാറുള്ളവരെല്ലാം പാടും. എല്ലാവർക്കും ഓരോ പിന്നെ ഓരോ ശൈലി രീതിയൊക്കെ പാട്ടുമുണ്ട്. അതെ, ചിലർക്ക് പാട്ട് വരാൻ ഒരുപാട് സമയം എടുക്കണം, ചിലര് തുടക്കത്തിൽ തന്നെ തുടങ്ങും. മിക്കവാറും തുടക്കക്കാരൻ ഞാനായിരിക്കും. ഞാൻ തുടങ്ങി കൊടുത്താൽ പിന്നെ കൂടിക്കോളും. ഇത് പണിക്കർ കാവാലം എഴുതിയൊരു കവിതയാണ്, കുട്ടനാട്ടിലെ ഈ അടിസ്ഥാന വർഗത്തിന്റെ ഒരു കവിത. കാരണം പൊലയൻ വെളുപ്പിനെ എഴുന്നേറ്റ് പാടത്ത് പോയി, നേരം വെളുത്തെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നേരം വെളുത്തിട്ടില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാല് പിന്നെ കോഴി പറ്റിച്ചതാണ്. കോഴി കൂവി. ആ കോഴി കൂവി എങ്ങനെയാന്ന് വെച്ചാൽ, പാവലെ നേരം വെളുത്തെന്നും ചൊല്ലി പാവലെ പൂവിരിഞ്ഞപ്പോ നേരം വെളുത്തെന്ന് കോഴി കൂവിയതാണ്. അതാണ് കോയിലാടത്തെ കോയി തന്തയില്ല കോയി, ആ തന്തയില്ല കോയിനു വെളുപ്പറിയാം മേല. അടകോയിലാടത്തെ കോയി തന്തയില്ല കോയി, ആ തന്തയില്ല കോയിനു വെളുപ്പറിയാം മേല. അടവാവലെ നേരം വെളുത്തെന്നും ചൊല്ലി അവൻ പൂവൻ താരം തിരിഞ്ഞു പൂവുന്നതൊണ്ടേ. കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തന്നം താരോ. അടിമാടുത്തോ എന്റെ മണിയിങ്ങാടുത്തോ, എൻ മന്ത്രവാദത്തിനങ്ങ പോയി വരട്ട്. മാളും കാറക്കി എന്റെ മണ്ണിന്റെ ചങ്കുമാട്ടും ചാത്തനെയും മറുതാനെയും കെട്ടിമാരണ്ട്. കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തന്നം താരോ.
അടകൂർമ്പൻ കോടവയറ അടമാപ്ലച്ചങ്ങാതി നീ കൂർക്കം മൂറുക്കുന്നെന്റെ തിന്നെ കേടുന്നുണ്ട് എന്റെ ക്ലാത്തീനെ കെട്ടിക്കോടാ മാപ്ലച്ചങ്ങാതി പിന്നെ ഞൊണ്ടേനേം തൊണ്ടേനേം തൊട്ടുണ്ണാണ്ടാട കർഗുതിത്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ കർഗുതിന്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ തിനതിന്തോ തിന്താരോ തക തെയ്യകത്താരോ അത്തിന്തോ 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 തിന്താരോ തക തെയ്യകത്താരോ തിനതിന്തോ തിന്താരോ തക തെയ്യകത്താരോ ഏ കണ്ണിക്കുട്ടി കളിക്കാൻ പോണുണ്ടേ പോണുണ്ടേ മട്ടത്തിൽ കോലാട്ടാടി ഊരു ചുറ്റി തറ ചുറ്റി തല ചുറ്റി മകമുണ്ടേച്ചും പോരുമ്പം അതിരും തലയ്ക്കൽ അന്തിയോറങ്ങിയെണീറ്റ മണമുണ്ടേ വരണുണ്ടേ അന്തിയോറങ്ങിയെണീറ്റ മണമുണ്ടേ വരണുണ്ടേ അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ തിനതിന്തോ തിന്താരോ തക തെയ്യകത്താരോ അത്തിന്തോ അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ തിനതിന്തോ തിന്താരോ തക തെയ്യകത്താരോ കർഗുതിത്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ കർഗുതിത്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ കർഗുതിത്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ കർഗുതിത്തന്നം തെയ്യന്നം കർഗുതിന്തന്നം താരോ മണ്ണാനടിയൻ മണ്ണിലരിച്ച മുളയാണടിയൻ മുളയിലടിച്ച ഞാറാണടിയൻ ഞാറ് പുതച്ച നിറമാണടിയൻ കതിരാണടിയൻ കൂർമ്പൻ കോട വയറ അടവാപ്ലച്ചങ്ങാതി നീ മണ്ണെ നമ്പി മണ്ണിലുണർന്നുട മണവാളച്ചങ്ങാതി മണ്ണെ നമ്പി മണ്ണിലുണർന്നുട മണവാളച്ചങ്ങാതി. ഇത് കുറേ ഉണ്ട്, ഇത് കുറേ ഉണ്ട് തന്നെയല്ല. ഇതിന് ശക്തി വരണമെങ്കിൽ കൂട്ടപ്പാട്ടാണ്. കൂടെ പാടാം. അപ്പം അപ്പോഴാണ് ഇവര് നിറയുന്നത്. ഇതൊരിക്കലും ഒറ്റയ്ക്ക് ഇരുന്ന് ദാസേട്ടൻ പാടുന്ന പോലെ പാടുന്ന പാട്ടല്ല. അങ്ങനെ എല്ലാവരും കൂടെ ഇളകി ഇതൊക്കെ വരുമ്പോഴേക്കും പാട്ട് വരുമല്ലോ. കടമ്പേട്ട കവിതകൾ ഞാൻ അങ്ങനെ അധികം ഇല്ല കാണാതെ പിടിച്ചു വെച്ചിട്ടില്ല. അല്ല അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ നമ്മള് വെറുതേട്ടൻ ആ സമയത്ത് അന്ന് സിനിമയൊന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്ന സമയമായിരുന്നു. അപ്പം ഒരു ശില്പം ഉണ്ടാക്കി, കാളിയുടെ ശില്പം. ഒരുപാട് കുട്ടികളും ചിലമ്പൊക്കെ ആയിട്ട് കാളി അവിടെ സിമെന്റ് കൊണ്ടുണ്ടാക്കി. രാത്രി കാട്ടാളഞ്ഞൻ കാട്ടുകിഴങ്ങൻ മൂട്ട് മുളച്ച് വളർന്നു എന്ന് പറഞ്ഞ് പന്തമൊക്കെ ആയിട്ട് കടമ്പനിട്ട അവിടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ആ കാലഘട്ടം. ആ കവിത ചൊല്ലുമായിരുന്നു ഉറക്കെ. പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരും കേൾക്കാൻ പറ്റൂലോ. ഇല്ല, അന്ന് അത്രയും ജനവാസം ഇല്ല അവിടെ. ഇപ്പോഴാണത് ഫ്ലാറ്റ്. പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കേസ്. ഇപ്പൊ രക്ഷയില്ല. ഈ ഇതൊക്കെ വേടിച്ചോട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ വേണമെങ്കിലും ചെല്ലുന്നുണ്ടോ? അതെയോ പയ്യെ ഇപ്പോ അതിനുള്ള വേദികളില്ല, അതിനുള്ള സംഘങ്ങളില്ല. എല്ലാവരും പതുക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. അവരവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങി. അല്ല, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ ഇത് നമ്മുടെ ഒരു ഹരം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പതുക്കെ അരങ്ങൊഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഇത്തരം കവിതകൾ പാടാനോ പാട്ടുകൾ പാടാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഞാനിപ്പോ എത്രയോ ദിവസം എത്ര നാൾ കൂട്ടായി ഇപ്പൊ ഇവിടെ ഇരുന്ന് പാടിയെന്നറിയാം. മൂളിപ്പാട്ട് പോലും സാറിന് പാടാം. വേണുചേട്ട ഒരുപക്ഷെ വേണുചേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലൻസ് ഷീറ്റും ഇതുപോലുള്ള പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു അന്ന് സ്വായത്തമാക്കിയിട്ടുള്ള അല്ല അന്നെങ്കിൽ അന്ന് ഉറക്കെ പാടിയിട്ടുള്ളതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ കുറച്ച് വിശ്രമം നയിക്കുമ്പോൾ കുറെ ആൾക്കാരെ വിളിച്ച് കൊച്ചുപിള്ളേരൊക്കെ കേൾപ്പിക്കണം. താടിയില്ലായിരുന്നെങ്കിൽ വേണുചേട്ടൻ സിനിമ വരില്ലായിരുന്നു ആരോ എന്നോട് ആണ് പറഞ്ഞു. അത് ശരിയായിരിക്കാം. വേണം ഞാൻ അന്നത്തെ ഒരു കോലം കാണിക്കട്ടെ. തമ്പ് വേണുചേട്ടന്റെ ആദ്യത്തെ സെല്ലുലോയിഡ്. ഇത് എത്ര കാലത്തിന് ശേഷം കാണുന്നതാണ്? ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കൂ. ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് തമ്പിന്റെ എല്ലാ സ്റ്റിൽസും NL ബാലകൃഷ്ണൻ മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് എല്ലാ സ്റ്റിൽസും എടുപ്പിച്ചു. അതൊരു ആൽബമൊക്കെ സൂക്ഷിച്ചു. ഇതിലേക്ക് പോയേനെ. ഞങ്ങൾ തമ്പിന്റെ 25-ാം വർഷവും തമ്പിന്റെ 30-ാം വർഷവും തിരുനാവായ മണപ്പുറത്ത് ശ്രീരാമന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊണ്ടാടി. എല്ലാവരും വന്നിരുന്നു, അരവിന്ദന്റെ കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും, ബന്ധമുള്ള എല്ലാ ആളുകളും വന്നു. കഴിഞ്ഞ 30-ാം വർഷത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോയവർക്കെല്ലാം വേണ്ടി ചരാതുകൾ ഭാരതപ്പള്ളി ഒഴുക്കി.
ഇവര് തമ്പ് അവിടെ പ്രദർശിപ്പിച്ചു മണപ്പുറത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അന്നത്തെ തിരുനാവായ എങ്ങനെ ഇരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഈ പടം കാണേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ കുട്ടികളൊക്കെ ആയതെന്ന് ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് വലിയ ആളുകളായിപ്പോഴേ 35-40 വയസ്സായ കുട്ടികളായി. പക്ഷെ അവരൊക്കെ ഈ ഒരു ഏതൊരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്നത് പോലെയും ഈ സിനിമ ഇപ്പം ഈ സാധാരണഗതിയിൽ ഇത്രയും 10-38 വർഷം പഴക്കമുള്ള ഒരു സിനിമയുടെ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകൾ തോന്നും. പക്ഷെ ഈ ഒരു ഇപ്പം നമ്മൾ കണ്ട ക്ലിപ്പില് ഒരു പെർഫെക്ഷൻ ഉണ്ട്. അത് ഷാജിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ, അതിനെ വെല്ലാൻ തമ്പ് ശ്രദ്ധിച്ചു കണ്ടാൽ ഇപ്പോഴും അറിയാം. ഈ റിയാക്ഷൻ ഷോട്ടുകളുണ്ടല്ലോ, റിയാക്ഷൻ ഷോട്ടുകൾ ഇത്ര ഭംഗിയായിട്ട് വന്നുള്ളൊരു സിനിമ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പം ഇടയ്ക്ക് പോലും ഒരു കഥാപാത്രം. അതെ, അതാണ് പ്രത്യേകത. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് പിന്നെ പാടിയത് MG രാധാകൃഷ്ണനും കാവാലം ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത്. ഇത് പിന്നെ തിരുനാവായ അമ്പലത്തിന്റെ ചുറ്റുമതിൽക്കുള്ളില് ഒരു മൈക്ക് വെച്ച് നാഗരായിക്കകത്ത് ദേവദാസ് റെക്കോർഡ് ചെയ്താണ് ഈ പാട്ട്. ഞരളം ഇടയ്ക്ക് വായിച്ചിട്ട്, ഞരളത്തിലാകുമ്പോൾ ഇടയ്ക്ക് വായിച്ചിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്താണ്. അതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഒരു വെറും പാട്ടല്ല, ഇതിനകത്ത് ചരിത്രമുണ്ട്. ഇതിന്റെ ഈ 25ാം വാർഷികത്തിലൊക്കെ ഇതൊക്കെ അനുസ്മരിച്ചു ആൾക്കാർ. തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഈ പാട്ട് കാവാലം ശ്രീകുമാരൻ ഞാൻ ഇവിടെ പാടി സ്റ്റേജ് അന്ന് വരട്ടെ ഒരാള്, എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ പങ്കുചേർന്ന ഒരു കൂട്ടുപ്രതി വരട്ടെ. ഇപ്പൊ വേണു സാറേ, 2017 ആയാൽ സാറ് അഭിനയം തുടങ്ങിയിട്ട് 40 വർഷമാവണം. ഒരു സിനിമയുടെയും ഒരു നടന്റെയും 40 വർഷം. 25 വർഷമായപ്പോ തിരുനാവായിലെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അതിന്റെ ആഘോഷമൊക്കെ നടത്തി. അരവിന്ദേട്ടന്റെ സുഹൃത്തുക്കളും തമ്പിന്റെ സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 40 വർഷം ആയി വീണ്ടും ഒരു ആഘോഷം നടത്താനാണ് പരിപാടി എങ്കിൽ അധികം ആൾക്കാരൊന്നും ഇനി ഉണ്ടാവില്ല തോന്നുന്നു. അപ്പൊ കഴിയുന്നതും വേഗം ആ ഒരു ആഘോഷം നടത്തല്ലേ നല്ലത്. ശ്രീരാമനൊരു കാരണവരായി. അന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്താണ് ശ്രീരാമൻ. അന്ന് തുടങ്ങിയതാണ്. ശ്രീരാമനായിരുന്നു ശരിക്കും ഉത്തരായണത്തിലെ നായകനായി അഭിനയിക്കേണ്ടിയിരുന്നത്. മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ശ്രീരാമന് നീണ്ട മുടിയും താടിയും ഉണ്ടായിരുന്നു. അപ്പൊ അരവിന്ദൻ പറഞ്ഞു, പിന്നെ ശ്രീരാമൻ ഇന്ന ദിവസം അവിടെ എത്തണം. കുറച്ചേ പറയുള്ളല്ലോ, വരണം. അതെ, ബാക്കിയുള്ള നമ്മൾ ഊഹിച്ചണം. അവിടെ ഒരു സീൻ അഭിനയിക്കാനുണ്ട്, വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശ്രീരാമോട് ചെന്നു തല മുട്ടയടിച്ച് താടിയും പിടിച്ചിരിക്കുന്നു. എന്തോ ആരുമായിട്ട് ബെറ്റ് വെച്ചിട്ട് ചെയ്തതാ. ഞെട്ടിപ്പോയായിരുന്നു കണ്ടപ്പോഴത്തെ. അരവിന്ദന് വേണ്ട ഇത് രണ്ടും ചേർന്നതാണ്. 1 രൂപ. അവൻ എന്ത് ചെയ്യുന്നുള്ളതായി. നാളെ ഷൂട്ടിങ് തുടങ്ങുക. അപ്പൊ രാമുവാണ് മേക്കപ്പ്. പുള്ളി പറഞ്ഞ് താടിയൊക്കെ ഒട്ടിച്ച വൃത്തിയായിരിക്കും. അങ്ങനെ പിന്നെ ആൽബം അപേക്ഷിച്ചവരുടെ ആൽബം മറിച്ച് നോക്കിയിട്ടാണ് ഡോക്ടർ മോഹൻദാസിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ താടിയും മുടിയാണ് എന്നെ ശരിക്കും അരവിന്ദന്റെ താടിയും മുടിയാണ് വേണുചേട്ടൻ രക്ഷപ്പെടുത്തിയത്. അതെ. പക്ഷെ മൂപ്പർക്ക് വിനയായത് അത് പഠിച്ചു. അപ്പം ഇത് ഈ 25ാം വർഷവും 30ാം വർഷവും ആഘോഷിച്ചത് ശ്രീരാമന്റെ പിന്നെ ഒരു മുന്നൊരുക്കത്തിലാണ്. പുള്ളിയുടെ ഒരു കാരണത്വത്തിലാണ് ചെയ്തത്. മൂപ്പർക്ക് വേണം ഇപ്പൊ എടുക്കാം. എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ കൂടെ ഉണ്ട്. അത് പ്രീപോൺ ചെയ്യാം. അതെ, 40 വേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്റെ 40ാം വർഷം ആഘോഷിക്കില്ല. ഇല്ല, അത് ശ്രീരാമനും ഇല്ല. തമ്പിന്റെ 40ാം വർഷമാണ് എന്റെ 40ാം വർഷം. പിന്നെ 40 എന്ന് പറയുമ്പോൾ വേണുചേട്ടൻ സിനിമയിൽ വന്നിട്ട് 40 ആയി. അത് സെക്കൻഡറിയാണ്. സെക്രട്ടറി തമ്പാണ് നമ്മുടെ ഒരു മുദ്ര എന്ന് പറയുന്നത്, ഒരു മൈൽ സ്റ്റോൺ. വേണുചേട്ട ഈ പറഞ്ഞ പോലെ ആ പടം വളരെ ശ്രദ്ധിക്കപ്പെട്ട പടമാണ്. പക്ഷെ വേണുചേട്ടൻ്റെ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ലെജൻസിന്റെ കൂടെ ഒരുപിടി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. എല്ലാം കലാമൂല്യമുണ്ട്. ഇപ്പം തമ്പി സാറ് പറഞ്ഞു, ബുദ്ധിജീവിയായിരുന്നു, ആർട്ട് ഫിലിമുകളുടെ വക്താവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ആ പടത്തിന്റെ മേന്മ മൂല്യം ഇന്നും ഒരു അണുവിട ശോഷിക്കാതെ നിലനിൽക്കുക. ആരായിരുന്നു ഈ രംഗം ആവിഷ്കരിച്ചപ്പോൾ മനസ്സിൽ നാട്ടുമ്പുറത്തുള്ള? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലത്തെ കഥാപാത്രങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരാളെ എടുക്കല്ല നമ്മൾ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, അവര് ജീവിതത്തിൽ ഇന്നേ വരെ ബട്ടൺ ഇട്ടുണ്ടാവില്ല. ഇല്ല. പിന്നെ ഈ ആശാരിത്വം എന്നൊരു സാധനമുണ്ട്. അപ്പൊ ഇരുന്ന് പണിയുന്ന ആൾക്കാർക്ക് അവരുടെ ബോഡിക്ക് ഒരു ഫോർമേഷൻ ഉണ്ടാവും. ഈ പൃഷ്ഠം കുറച്ച് പുറകോട്ട് തള്ളി നടക്കുന്നതിലൊക്കെ അങ്ങനെ ഒരു രീതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പിന്നെ ഭരതേട്ടൻ നാട്ടുംപുറത്തുകാരാണ്, പത്മരായ നാട്ടുംപുറത്തുകാരനാണ്, പുതുകുളത്തുകാരനാണ്, ഞാൻ കുട്ടനാട്ടുകാരനാണ്. അപ്പം
എല്ലായിടത്തും ഉള്ള ഈ ഗ്രാമീണ കഥാപാത്രങ്ങൾ സമാന സ്വഭാവം ഉണ്ടാവും. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് ഓക്കെ, ഇത് തന്നെയാണ് ആശാരി എന്നവർ രണ്ട് കൈമ്പൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ എവിടെയോ ഒരു ഓക്കെ ഇല്ലായ്മ ഒരു ആശാരി കണ്ടുപിടിച്ചു. അതെ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ കുണ്ടറ വെച്ചാണ് ഒരാൾ 4 ദിവസമായിട്ട് വന്ന് നിൽക്കുന്നു സാറിനെ കാണാൻ പറഞ്ഞ് ഹോട്ടലുകാരൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞ് ഞാൻ ഒരു ആശാരിയാണ്, ഞാൻ അടിക്കാൻ വന്നതാണോ സംശയമായി. ആശാരിയാണ്, നിങ്ങളതിനകത്തൊരു തെറ്റ് കാണിച്ചു. ഞാൻ ചെന്നത് അത് ആശാരിമാർ ഒരിക്കലും മുഴക്കോലും മണ്ണി കുത്തി നടക്കാറില്ല, നിങ്ങൾ വടി പോലെ കുത്തി നടന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അബദ്ധം പറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്ക് പോയി. അപ്പം സന്തോഷവും സങ്കടവും രണ്ടും ഉണ്ടായി. സന്തോഷം ഉണ്ടായത് പിന്നെ ആ ഒരു അബദ്ധമല്ലേ, വേറെ ഒരു ന്യൂനതയും കാണാൻ പറ്റി. വേറൊരു ചിന്തയിടുന്നതിലോ പുളി പിടിക്കുന്നതിലോ കൊട്ടോടി പിടിക്കുന്നതിലോ ഒന്നും ഒരു അപാകതയും കണ്ടില്ലല്ലോ. ആകെ ഈ ഒരു പോയിന്റിലേ കണ്ടുള്ളൂ. അതിന് സന്തോഷം തോന്നി. മറ്റത് സംഭവിക്കാൻ പാടില്ലായിരുന്നുള്ള വിഷമം തോന്നി. പക്ഷെ അന്നൊരു ആശാരി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞേനെ. പക്ഷെ ഇത്രയും തന്നെ ആ സിനിമയ്ക്ക് വളരെ അധികമാണെന്ന് വേണമെങ്കിൽ സംവിധാനം വിചാരിച്ചു. താങ്കളുടെ എല്ലാ ചേഷ്ടകളും പിന്നെ ആ പെണ്ണിനെ നോക്കി ആ മുഖത്തുള്ള ആ വിക്രികളൊക്കെ അങ്ങനെയൊന്നും നിത്യജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. വേണ്ടി വന്നിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. വേണു മതിയോ, ഇവനോടും മതിയോ? പോതാതെ കൊഞ്ചം സൺഡേയാവ ഉഷാർ പോടുക. എനിക്ക് ഓർമ്മയില്ല ആ വാർത്തകൾ കാവലത്തിൻ്റെ. പക്ഷെ അപ്പം നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോഴും നിന്നോട് ഭയങ്കര സ്നേഹമാണ്. നീ ഒരു ആർട്ടിസ്റ്റാണ്. ഐ മീൻ ആർട്ടിസ്റ്റ് ഇൻ ദ ട്രൂ സെൻസ്. നിനക്ക് മൃഗമടിക്കാം, നിനക്ക് എല്ലാം അറിയാം. നിന്റെ ജീവിതം എന്ന് പറയുന്നത് യു ഹവ് ഗോൺ ത്രൂ ഓൺലി അപ്സ്. നീ ചെയ്ത നീ ചെയ്യാത്ത റൂൾസ് ഇല്ല. ഒരു ആർട്ടിസ്റ്റ് ആയാൽ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നീ എന്താ വിചാരിക്കുന്നത് നമ്മൾ കേരളത്തിലെ ജനങ്ങളെ പറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റൂൾ ഇസ് ദെയർ ദാറ്റ് യു ഹാവൻറ്റ് ഡൺ? നീ ചെയ്യാത്ത റോൾ ഏതാ? സെക്കൻഡ് ഇസ്, ഷുഡ് ആർട്ടിസ്റ്റ് ഹാവ് പൊളിറ്റിക്കൽ അവയർനെസ്? ആൻസർ വിഷു. ചേട്ടനിട്ട് വലിയൊരു പടിയാണ്. ഞങ്ങൾ അന്ന് പോലെ നല്ല സുഹൃത്തുക്കളാണ്. പ്രതാപനെ ഉള്ളതെല്ലാം മനസ്സിലുള്ളത് പറയും. പിന്നെ ഞങ്ങൾ രണ്ട് കോൺട്രാസ്റ്റ് ഉള്ളവരാ. അവൻ അവിടെ വലിയ പണക്കാരുടെ കുളത്തുക്കൽ പോത്തന്റെ മകനായിട്ട് ജനിച്ച് ഊട്ടിയിൽ അവിടെ പഠിച്ച് മലയാളം കഷ്ടിച്ച് പറയാൻ അറിയാവുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളും രീതികളൊക്കെ അവലംബിക്കുന്ന ഞാൻ ഈ കുട്ടനാട്ടുകാർക്ക് കൊച്ചുള്ളത് തെളിഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഭയങ്കര കോൺട്രാസ്റ്റാ. പക്ഷെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തു. ഈ താര എങ്ങനെ നടക്കുന്ന രീതികൾ ഇതൊക്കെ ഞങ്ങൾ സ്വയം പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ അന്ന് മുതൽ പിന്നെ പ്രതാപം പടം ചെയ്താൽ അത് ഞാൻ നിർബന്ധമായിട്ടും ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാശിയൊക്കെ ഉള്ള ആളാണ്. പ്രതാപം ചോദിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു കലാകാരന് ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് വേണം. തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ന് നടക്കുന്നതിനെ കുറിച്ച് എന്താ പുള്ളി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ ഇതിനകത്ത് ഈ ഒരു കോൺസ്പിറസിയിൽ ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല. പക്ഷെ എന്തോ പുള്ളി മനസ്സിൽ വെച്ചിട്ടാണ് ചോദിക്കണം. ഇല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ആ വാക്കിന്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതേ ഉള്ളൂ. അതെ, പൊളിറ്റിക്കൽ പാർട്ടി അല്ല, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെന്നേ ഉള്ളൂ. ഒരുപക്ഷെ രാഷ്ട്രീയത്തെ കുറിച്ച് അനലൈസ് ചെയ്യാൻ എന്നേക്കാൾ യോഗ്യതയുള്ളവർ ഈ രാവിലെ ചായക്കടയിൽ വന്നിരുന്നിട്ട് ചായ കുടിച്ചിട്ട് വർത്താനം പറയുന്ന ആൾക്കാരില്ലേ, അത്രയ്ക്ക് വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് അത്ര വളരെ വ്യക്തമാണ് സാധാരണക്കാരുടെ ഇടയിൽ പോലും, പ്രത്യേകിച്ച് ചാനലുകൾ ഇത്രയും വന്നതിന് ശേഷം. വേണുചേട്ടനൊരു രാഷ്ട്രീയമുണ്ട്, എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, അത് നമ്മുടെ മനസ്സിലുണ്ട്. അതുണ്ട്. രാഷ്ട്രീയമായാലും മതമായാലും അതൊക്കെ മതം അഭിമതം അല്ലെ, അതെന്റെ മതമാണ്, അഭിപ്രായമാണ്, അതെൻ്റെ ഉള്ളതാണ്, അതെനിക്കുണ്ട്, നമ്മുടെ ഒപ്പീനിയനാണ്. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ട് നിൽക്കാനോ എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾക്ക് ഒരു വിഘാതം വരാനോ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ ആണെങ്കിലും വേണുചേട്ടന് പിന്നെ രാഷ്ട്രീയക്കാര് ഫാൻസ് ആയിട്ടുണ്ട്. ഞാൻ വേണം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം തകരയിൽ അഭിനയിച്ച അഭിനയമാണ് ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്നത്. അവിടെ തകരയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു ഓയിൽ ജൂബയൊക്കെ ഇട്ട് അദ്ദേഹം ഒരു മുണ്ടുമൊക്കെ എടുത്ത് അങ്ങനെ
ഒരു മരപ്പണിക്കാരനായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ സീൻ മറക്കാൻ കഴിയാത്തതാണ്. അപ്പം ഞാൻ നമ്മുടെ വേണുവാണിത് എന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എത്രയും വളരെ നാച്ചുറൽ ആയിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അങ്ങനെ അത് തൊട്ടിങ്ങോട്ട് വേണുവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. വേണുവില്ലാതൊരു പടമില്ല, വേണു കൂടി ഇല്ലെങ്കിൽ ഒരു പടം പൂർത്തിയാകത്തുമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, എനിക്ക് പഴയ വേണുവിനെ വേണം. വേണുവിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പഴയ വേണുവിനെ വേണം. ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ വേണു, ആ വേണുവിന് ഒരു കോട്ടവും ഇല്ലാതെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേണു അത് പൂർണ്ണമായി യോജിക്കും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യാണ്. സംസ്ഥാനത്തെ മന്ത്രി, അതും സിനിമയുടെ പക്ഷേ ചുമതല വഹിക്കുന്ന ഒരു ആരാധകൻ താങ്കൾക്ക്. അതെ, മന്ത്രിയാകുന്നതിന് മുമ്പുള്ള തിരുവഞ്ചൂരാണ് ഈ ഞങ്ങൾ പരിചയമുള്ളത്. അപ്പം താങ്കൾ പറയാൻ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. അതായത് പഴയ വേണുവിനെ താങ്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയാവുന്നതിന് മുമ്പുള്ള പഴയ തിരുവഞ്ചൂരിനെ വേണമെന്നാണോ പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ആണെങ്കിലേ പഴയ പെണ്ണ് കിട്ടുള്ളൂ. ഒരു മാറ്റം അങ്ങനെ സിസ്റ്റം വേണമല്ലോ. മന്ത്രിയാകുമ്പോൾ നമുക്ക് അതുപോലെ അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് ഡൽഹിയിൽ കഴിഞ്ഞ കാലവും അദ്ദേഹം സെക്രട്ടറിയും MM കോസ്റ്റൻ ചെയർമാൻ എഴുതാ കാലത്ത് ഞങ്ങൾ ടൂർ പോയ സമയത്ത്. അപ്പൊ ആ കാലം ഭയങ്കര രസമായിരുന്നു. ദിവസവും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടാവും, പ്രസംഗങ്ങള് എല്ലാം ഹ്യൂമർ. അന്നൊക്കെ നന്നായിട്ട് തമാശ പറഞ്ഞിരുന്ന ആളാണ് തിരുവഞ്ചൂര്. ഹസനും ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ തിരുവഞ്ചൂരിനെ കൊണ്ടുവന്നിട്ട് പോയി പ്രശ്നം. യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സമ്മാനാർഹരായ കലാകാരന്മാരും കലാകാരികളുമായി ഞങ്ങളൊരു അഖിലേന്ത്യാ പര്യടനം സംഘടിപ്പിച്ചിരുന്നു. ഞാനന്ന് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സെക്രട്ടറിയുമാണ്. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന 2 കലാകാരന്മാർ ഇന്ന് മലയാള സിനിമാ രംഗത്തെ ഏറ്റവും പ്രശസ്തരായ പ്രഗത്ഭരായ 2 അഭിനയ പ്രതിഭകളാണ്. ഒന്ന് ശ്രീ നെടുമുടി വേണുവാണ്, രണ്ടാമത്തേത് ശ്രീ ജഗദീഷ് ശ്രീകുമാറാണ്. ആലപ്പുഴ SD കോളേജിൽ നിന്ന് അദ്ദേഹം കലാമത്സരത്തിൽ സമ്മാനം നേടിയതാണ്. ഇന്നേക്ക് ഏതാണ്ട് 40 വർഷം മുമ്പുള്ള സംഭവമാണ്. ഞങ്ങളുടെ അഖിലേന്ത്യാ പര്യടനത്തിലാണ് അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹവുമായി അടുക്കാനും പരിചയപ്പെടാനും കഴിയുന്നത്. അങ്ങ് ഒരുപാട് വേഷങ്ങൾ അവതരിപ്പിച്ചു, ഒരുപാട് നല്ല റോളുകളിൽ അദ്ദേഹം വളരെ ശോഭിച്ചു. അങ്ങേക്ക് ഇനിയും ഏതെങ്കിലും അങ്ങേക്ക് അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാന കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഇനി അങ്ങേക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ അങ്ങ് ഭാഗ്യവെച്ചിരിക്കുന്ന ഏതെങ്കിലും കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയെ ഇതിൽ അങ്ങേക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം അവശേഷിക്കുന്നുണ്ടോ? വേണുചേട്ടാ, 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ, ഇതില് തിരുവഞ്ചൂര് നമ്മുടെയൊക്കെ സ്നേഹിതനാണ്. വേണുചേട്ടന്റെ മനസ്സിന് മിമിക്രിക്കാരല്ല. ഈ 2 പേരും നന്നായിട്ട് മിമിക്രി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. 2നും പ്രത്യേകമായ ചില തലങ്ങൾ. പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വേണുചേട്ടൻ എന്ന പഴയ മിമിക്രിക്കാരന്റെ മനസ്സിൽ ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ എന്താ? ഇല്ല, അത് അങ്ങനെ പെട്ടെന്ന് പറ്റില്ല. കാരണം അത് ഒരുപാട് കാലമായിട്ട് അതിനെ ഞാൻ ആ സെക്ഷൻ ഞാൻ മാറ്റി വെച്ചു. കാരണം അത് നമ്മൾ അഭിനയിക്കുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ ആവശ്യമില്ലാതെ കയറി വരും. അതുകൊണ്ട് ഇപ്പൊ ദിലീപിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ദിലീപ് ആദ്യം ചെയ്യേണ്ടത് ഈ പരിപാടി നിർത്തണം, ഈ മിമിക്രി പരിപാടി നിർത്തണം, ഈ താരങ്ങളെ അനുകരിക്കുന്ന പരിപാടി നിർത്തണം. അതില്ലെങ്കിൽ അത് കയറി വരും, നമ്മൾ അറിയത്തില്ല. ജസ്റ്റേഴ്സിലോ പറച്ചിലോ ഒക്കെ മനസ്സിൽ വരുന്നുണ്ട് ഇവരുടെ രൂപം. അതൊക്കെ ഉണ്ടാവും, ഉണ്ട്. പക്ഷെ അത് ആ പരിപാടി നിർത്തിക്കളി, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് അവനെ അങ്ങ് പുറത്തു നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റായ ഒരു ഷോ ആകണത്. എന്നാ കാരണം ചിലപ്പോൾ 2 പേരെ നമ്മൾ കോൺഗ്രസ് പക്ഷത്തു നിന്ന് കൊണ്ടുവന്നു പറഞ്ഞിട്ട് ചില ആൾക്കാർ നെറ്റി വേണം ചുളിയാൻ സാധ്യതയുണ്ട്. വേണുചേട്ടന് കോൺഗ്രസ് പക്ഷത്ത് മാത്രമേ ആരാധന ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിലാകും. വേണുചേട്ടൻ രക്ഷപ്പെടുകയും ചെയ്യും. ആ മെയ്വഴക്കം വേണുചേട്ടനുണ്ട്, ഞാൻ കൊടുക്കും. വരട്ടെ. എനിക്ക് ശ്രീ നെടുമുടിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങ് ധാരാളം കഥാപാത്രങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തു. ഇനി കൈകാര്യം ചെയ്യണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സാഹിത്യ കൃതിയിലെ കഥാപാത്രമുണ്ടോ? നമ്മുടെ ഇതിഹാസങ്ങളിലെ ഏതെങ്കിലും പ്രത്യേക കഥാപാത്രത്തെ കൈകാര്യം ചെയ്യണം, അവതരിപ്പിക്കണം എന്ന് അങ്ങ് കരുതുന്നുണ്ട്? എനിക്കൊന്ന് ഒരാളും കൂടെ വരേണ്ട സമയമായി. എന്താ കാരണം വെച്ചാൽ മൂപ്പരെ അങ്ങ്
വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആളല്ല, നിങ്ങളുടെയൊക്കെ ഒരു നേതാവാണ്. വരട്ടെ. വേണുവിനോട് ഒരു ചോദ്യം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം, വലിയ കാര്യമായിട്ടുള്ളതല്ല, എന്നാലും ചോദിക്കണം. നടന്മാരും നടികളും ഒക്കെ സിനിമയിൽ വന്നതിന് ശേഷം, അതല്ലെങ്കിൽ ഏത് സംഭവങ്ങളായാലും ഒക്കെ അവരുടെ മനസ്സിൻ്റെ അകത്ത് പല മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേണുവിനെ സംബന്ധിച്ചിടത്തോളം വേണു അഭിനയ രംഗത്താണ് ഇപ്പോൾ ഉള്ളത്. ആ അഭിനയ രംഗത്ത് വന്നിട്ട് വേണുവിന് വേണ്ട വേണു വിചാരിച്ച, അല്ലെങ്കിൽ ഇനിയും എനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല റോളുകൾ എനിക്ക് കിട്ടണം, ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അങ്ങനൊരു വേഷം കാത്തിരിക്കുന്ന ഒരാളാണോ, അതോ ഈ ചെയ്തതിലൊക്കെ സംതൃപ്തിയുണ്ടോ, ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ആളാണ്? ഇതൊന്നും അറിഞ്ഞാൽ തരക്കേടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു MM ഹസനും അബ്ദുൽ ഖാദറും ഇന്നസെന്റും ഒക്കെ ഒരാൾക്ക് മാത്രമേ പഴയ വേണുവിനെ വേണ്ടൂ. പക്ഷെ പുതിയ വേണുവിനെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു. അതെന്തായിരിക്കണം താങ്കൾ തീരുമാനിക്കണം. അത് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് തരം കഥാപാത്രത്തെയും സ്വീകരിക്കാൻ നമ്മൾ തുറന്ന് സന്നദ്ധരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡിമാൻഡ് ചെയ്യുന്ന ഡയറക്ടർമാർ അതല്ല ഇതാണ് വേണ്ടത് എന്ന് നമ്മളിൽ ഉള്ളിലുള്ള ചികഞ്ഞെടുക്കുന്ന സംവിധായകന്മാർ, അവരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്, താല്പര്യമുള്ളത്. ഇപ്പം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഉണ്ടായിരുന്നു. ഈ ബ്രാഹ്മണനായിട്ട് ജനിച്ച ആളാണ്. യേശുദാസിനെ അടുത്തിരുത്തിട്ട് എടാ പാടാ, ഈ കച്ചേരിയുടെ ഇടയിൽ സംസാരിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടല്ലോ, അത് ദാസപ്പ അടുത്തിരിക്കെ പാട് ദാസേട്ടൻ പാടുന്നു, നിർത്ത് ആരാടാ നസ്രാണിക്ക് സംഗീതം എന്ന് പറഞ്ഞ്, ആരാടാ ഇവിടെ പാടാ നസ്രാണിയെ പാടുന്നത് കേട്ടോ പാട്, ഇങ്ങനെ പറഞ്ഞ് ഈ പിന്നെ ഈ ജാതിയുടെ മതത്തെയൊക്കെ അതിർത്തി വരമ്പുകളെ ഭേദിച്ച് കലയാണ് ശാശ്വതമായ സത്യം എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത്, പിന്നെ ദീനാനുകമ്പ, ഇല്ലാത്തവരോട് വല്ലാത്ത അനുകമ്പയുള്ള സാന്നിധ്യം കൊണ്ട് പരിസരങ്ങളെ പ്രസരിപ്പിക്കുന്ന ഒരു സംഗീതജ്ഞൻ എന്ന് പറയുന്നത് ചെമ്പയെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ചെമ്പയുടെ കഥയായിരിക്കണം നിർബന്ധമില്ല. പക്ഷെ ആ സ്വഭാവം തെയ്യം എന്ന് പറയുന്നത്, തെയ്യത്തിന്റെ കഥ അല്ലല്ലോ തെയ്യം കളിക്കുന്നത്, കഥ അതെ. അപ്പൊ കഥ ഇങ്ങനൊരു ഇമേജ് വെച്ചുകൊണ്ട് ഉള്ള ഒരു കഥാപാത്രം ആണ് താങ്കളുടെ മനസ്സിലുള്ള. അതെ. അതിന് പറ്റിയ ഒരു സ്ക്രിപ്റ്റും ഒരു സംവിധായകനും മിടുക്കനായിട്ടുള്ള സംവിധായകനൊക്കെ വരണം. പക്ഷെ അതിലൊന്ന് പാളിയാൽ അത് വലിയൊരു അപകടമാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത്, ഇത്തരം സിനിമകളൊക്കെ ഞാൻ തന്നെ എടുത്ത് ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാം മനസ്സിലിങ്ങനെ റെക്കോർഡ് ചെയ്ത് കാണുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്ന ഒരു എക്സസൈസ്. വരട്ടെ, നോക്കാം. പക്ഷെ അത് നല്ലൊരു എക്സസൈസ്. എന്താ കാരണം വെച്ചാല് ഒരു കലാകാരൻ പല രൂപത്തിലേക്ക് മാറുകയാണല്ലോ. അതെ. കണ്ണാടിയുടെ മുമ്പിൽ നോക്കുവോ? കണ്ണാടി തീർച്ചയായിട്ടും. കണ്ണാടി നമ്മളൊരു വലിയ, താങ്കളത് വേറെ ആരും ആ സമയത്ത് വീട്ടിൽ കയറാൻ പാടില്ല. ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയാലും ബുദ്ധിമുട്ടാണ്, തലയ്ക്ക് സുഖമില്ലാന്ന് വിചാരിക്കും. പിന്നെ ഈ കഥാപാത്രം ആയി കഴിഞ്ഞാലുള്ളൊരു നോട്ടമാണ് കണ്ണാടിക്കകത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മള് മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം എന്താ വെച്ചാല് നമ്മൾ ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും, കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മുഖം ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് സ്വയം മനസ്സിലൊന്ന് അറിയണം. കണ്ണാടി സഹായം ഇല്ലാതെ തന്നെ സ്വയം മനസ്സിലാക്കണം. കാരണം എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരേ മുഖച്ഛായല്ലോ. പലർക്ക് ചിലർക്ക് മീശ ഉണ്ടാവും, ചിലർക്ക് മീശ ഉണ്ടാവും. മേക്കപ്പ് എല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും ആളങ്ങ് മാറും. ചിലപ്പോൾ മാറണം. മാറിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കോപ്രായമാണ് ഇപ്പം ബോറായി പോവാം. അത് വളരെ സൂക്ഷിക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു സഹായമായിട്ട് കണ്ണാടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. കണ്ണാടിയാണ് താങ്കളുടെ സ്വന്തം സഹചാരി. അത് വളരെ പ്രധാനമാണ്. വേണുചേട്ടൻ്റെ വളരെ പ്രധാനപ്പെട്ട. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ചിത്രമായിരുന്നു നേരത്തെ വരേണ്ടിയിരുന്നത്. അതർ ഫോംസ് ഓഫ് ഡാൻസസ്. അതെന്താ വെച്ചാല് പിന്നെ ഇതിനൊരു ഡാൻസ് മാസ്റ്റർ ഇല്ല ഈ സിനിമയ്ക്ക്. നമ്മൾ തന്നെയാണ് ഭരതേട്ടന്റെ രണ്ടാമത്തെ സിനിമയാണിത്, ആരവം. അപ്പം ഭരതേട്ടൻ പറയുന്നത്, വേണു ഈ പാട്ട് കേട്ടെങ്കിൽ ചെയ്തോളുക, ഞങ്ങൾ അശോകുമാറാ ക്യാമറ, ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം. ഇതാണ് കണ്ടീഷൻ. അങ്ങനെ ചെയ്തതാ. അല്ല, ഒരു 2-3 പാട്ടുകളുണ്ട്. ഒരു പാട്ടിനും ഡാൻസ് മാസ്റ്റർ ഇല്ല. ഒന്ന് പ്രതാപത്ത് നേരത്തെ പറഞ്ഞ കടുത്തുടിയിൽ തിന്തക്കന്ത ഹൃദയ, ഒരു ഞങ്ങൾ എല്ലാം കൂടെ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഓർമ്മ ഒരു 2 വരി
കടുന്തൊടിയിൽ തിന്തക്കം തിമൃതൈ തപ്പിലൊടുക്കിൽ തിമൃതക്കം തിന്തൈ തിന്തക്കം തക തിന്തക്കം തക തിന്തക്കം തക തിന്തക്കം തിമൃതൈ ഊരു ചുറ്റിക്കൊണ്ടാർ പോഹിയോ ആരവാരവ തിന്തക്കം തിമൃതൈ ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ 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 കപിരി കുപ്പിരി പോക്കിരി കുട്ടനും മണ്ടനട കോടനാറട്ടു മുണ്ടനും തിങ്കരീശിന്റെ മുറിയൻ കരീശിന്റെ അറ്റത്തലക്കല ചെറ്റപ്പകിട്ടിന്റെ കോനാരേ ഏ കോനാരേ 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 കാകാ കൃതി കനകൃതി കാട്ടുമാക്കാനേ കോകോ കൃതി കൊനകൃതി കൊക്കരെ അടകാകാ കൃതി കനകൃതി കാട്ടുമാക്കാനേ കോകോ കൃതി കൊനകൃതി കൊക്കരെ കൊക്കരെ ഇടമാക്കാനേ മതിയോ എവനോടിത് മതിയോ പോരാതെ കൊഞ്ചം ഉഷാറ ശണ്ട പോടുങ്കോ ആ ജില്ലം 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 വാരിക്കെട്ടി ചട്ടിയും കലവും കുട്ടയും വട്ടിയും കടുവേൻ കിടുവേൻ ചപ്പും ചവറും കെട്ടിയടുക്കി തോറ്റു തുള്ളി ടോടി ഒളിച്ചോ ജില്ലം 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 വാരിക്കെട്ടി ചട്ടിയും കലവും കുട്ടയും വട്ടിയും കടുവേൻ കിടുവേൻ ചപ്പും ചവറും കെട്ടിയടുക്കി തോറ്റു തുള്ളി ടോടി ഒളിച്ചോ ജില്ലം ജില്ലം തുള്ളണ ജില്ലം തുള്ളണ ജില്ലം തുള്ളണ ജില്ലം. ഇതൊക്കെ ഈ ലിറിക്സൊന്നും മറന്നിട്ടില്ലല്ലേ? മറന്നില്ല, അതൊന്നും മറക്കാൻ പറ്റില്ല. പ്രതാപോത്തിന് അങ്ങനെ ഒരു പാട്ടിന് വേണ്ടി കാത്തിരിക്കുക. അതെ അതെ അതെ. അല്ല, അത് ഞാനും പ്രതാപം കൂടെ കോഴിക്കോട്, അതെ. പുള്ളി തമിഴാ പറയുന്നത് ആ സിനിമയില്. അപ്പൊ സർക്കസുകാരെ വരട്ടാനുള്ള പാട്ടാണിത്. ഞങ്ങള് ഒരു പാരലൽ സർക്കസ് തുടങ്ങുകയാണ് മെയിൻ സർക്കസിനെ ഒതുക്കാനായിട്ട്. അതാണ് പിന്നെ മതിയോ എവനോട് മതി പോരാതെ കൊഞ്ചു ഉഷാറാ ചണ്ട പോടുങ്കേ, അങ്ങനെയാണ് ആ പാട്ട്. പക്ഷെ ആരംഭം കൺസീവ് ചെയ്ത പോലെ അത് ഒരു ശ്രദ്ധേയമായി വന്നു. അത് ഹെഡായി പോയി ആ സിനിമ, കുറച്ച് കാലത്തിന് മുമ്പേ വന്നുപോയി. ഇന്ന് കാണുമ്പോ അറിയാം, ഇന്ന് കാണുമ്പോ എന്ത് രസമാണ് പടം. അങ്ങനെ ചാമരൻ എനിക്ക് തോന്നുന്നു വേണുചേട്ടന് അഭിനയത്തിന്റെ ആദ്യത്തെ അംഗീകാരം അതെ വാങ്ങിത്തന്നതാണ്. മികച്ച രണ്ടാമത്തെ നടൻ അല്ലേ? അതെ. സിനിമയിൽ നമ്മൾ അങ്ങോട്ട് ഒരു സ്ഥിരപ്രതിഷ്ഠയായി എന്ന് അവാർഡിലൂടെ ബോധ്യപ്പെട്ടോ? അതെയോ? ഇല്ല, അമ്പൽ അഭിനയിക്കുമ്പോൾ നമ്മൾ സിനിമ നടനാകുമെന്ന് വിചാരിച്ചിട്ടില്ല. ആരവത്തിൽ അഭിനയിക്കുമ്പോഴും ഒരു നോക്കാം, ഒരു ഇടയ്ക്ക് നോക്കാം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. ചാമരമില്ല. വിട പറയും മുമ്പേ സിനിമ കഴിഞ്ഞപ്പോൾ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ആയി എന്ന് മനസ്സിലായത്. അതുവരെ ഞാൻ ബസ്സിൽ പോവുകയും ട്രെയിനിൽ പോയി ചാമരവും തകരയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാധാരണ യാത്രക്കാരനായിട്ട് ബസ്സിൽ പോവുകയും ട്രെയിനിൽ പോവുകയും ബസ് സ്റ്റാൻഡ് അവിടെല്ലാം ഉത്സവത്തിന് പോവുകയും. എനിക്ക് തോന്നുന്നു മലയാള പ്രേക്ഷകരിൽ സ്ത്രീ കഥാപാത്രങ്ങളെ വേണുചേട്ടനിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഇവിടെ പറയുന്നത്. അതെ അതെ, ആദ്യത്തെ. അതെ, അവരുമായിട്ടൊരു ഇന്റർഫേസ് ആയിരുന്നു. അതെ. എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിലുള്ള അനുകമ്പയും ആ ഒരു എന്താ വാത്സല്യവും സ്നേഹവും വിഷമവും സങ്കടവും എല്ലാം പുറത്തേക്ക് വന്നു. ആ ഒരു കഥാപാത്രത്തിന്റെ എല്ലാ ഭാവങ്ങളും വേഷപ്പകർച്ചയിലൂടെ പ്രദാനം ചെയ്യാൻ വേണ്ടി ചേട്ടന് പറ്റും. എനിക്കൊന്ന് തമ്പി സാറ് പറഞ്ഞ ആർട്ട് ഫിലിമിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു പരകായ പ്രവേശം. അതെ. ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് എനിക്കൊക്കെ നല്ല സിനിമയാണ്, പക്ഷെ ജനപ്രിയമാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ അതല്ല. ഇപ്പം പിന്നെ ഡേവിഡ് കാച്ചപ്പള്ളിക്കും ഡയറക്ടർ മോഹനും ഇന്നസെന്റിനുമായിരുന്നു താല്പര്യം ഞാൻ ആ റോൾ ചെയ്യണമെന്ന്. അതിനു മുമ്പ് ഞാൻ ചെയ്ത തകരയിലെ ചെല്ലപ്പനാശാരി, ആരവത്തിലെ മരുത്, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചാമരത്തിലെ ഫാദർ നെടുമുടി. ഒരിക്കലും ഈ സേവിയർ എന്ന കഥാപാത്രവുമായി ബന്ധമുള്ള ഒരു റോൾ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും ഇയാള് അതിന് പറ്റിയ ആളാണെന്ന് നമ്മൾ തീരുമാനിച്ചതിലാണ് എനിക്ക് അത്ഭുതം. വേണമെങ്കിൽ ടൈപ്പ് ചെയ്യപ്പെട്ട് പോകാമായിരുന്നു അല്ലെ? ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആശാരിയായിട്ട് ടിപ്പിക്കൽ ചില്ലറ ഒരു ബലാത്സംഗത്തിലേക്കുള്ള തയ്യാറെടുപ്പ് അങ്ങനെ പോകാമായിരുന്നു. പക്ഷെ ഒരു ഗുണം കിട്ടിയത്, ഞാൻ കുറെ കാലം പത്രത്തിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ,
അന്ന് അടൂർ ഭാസിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയുടെ ശാപം, ഞങ്ങളെ പോലുള്ള ശാപം എന്ന് പറയുന്നത് സ്റ്റാമ്പാക്കുക എന്നുള്ളതാണ്. ഒരു വേഷം ഇത് വലിപ്പിച്ചാൽ പിന്നെ അതിനുവേണ്ടി തന്നെ വിളിക്കൂ, അങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം തകരം കഴിഞ്ഞിട്ട് ഒരു കുറെ കാലം അജ്ഞാതവാസമായിരുന്നു. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. എനിക്കറിയാം അടുത്ത വിളിക്കുന്നത് ഒരു തയ്യക്കാരനായിട്ടാണ്, പിന്നെ ഒരു ചെത്തുകാരനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ ഒരു പാർശ്വവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മുങ്ങി കിടക്കുക, ഒരാൾക്കും എന്നെ കിട്ടത്തില്ല. പക്ഷെ അതിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് വേണ്ടി ചിന്തിച്ചില്ല. സാമ്പത്തിക വ്യവസ്ഥ എനിക്ക് അന്ന് അതിനെക്കുറിച്ച് ബോധമില്ല. അതിനെക്കുറിച്ച് ബോധയുടെ അല്ല, കൃത്യമായിട്ടും തീർച്ചയായിട്ടും മതി. അല്ലാതെ അത് അധികമാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, അവര് പിന്നെ അവരുടെ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം അവര് ചോദിച്ചു, എടാ നിങ്ങൾക്ക് സിനിമയിൽ അവരുടെ ശേഷം ഞാൻ അവരുടെ അവരുടെ ഡ്രസ്സ് എപ്പോഴും അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് ഒരുപാട് പേരുടെ ഉണ്ട്. ഒരാളെ പറയാൻ പറ്റില്ല, ഒരാളത് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേരുടെ ഉണ്ട്. അതെങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ അവര് വെച്ചു, സിനിമയിൽ വന്നതിന് ശേഷം നിനക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന കോസ്റ്റ്യൂംസ് ഒന്നും കൊണ്ടുപോയി കൂടെ വീട്ടില്? ഞങ്ങൾ കൊണ്ടുപോവാം, വൃത്തിയത്തിന് ഇപ്പോഴും തന്നെ കിടക്കുന്ന ഡ്രസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പം മരുത്, ചെല്ലപ്പനാശാരി, പിന്നെ ഫാദർ നെടുമുടി, പിന്നെ ശിവൻപിള്ള മേശ്ശേരി, കൊട്ടൂടി വേലു, ഇതൊക്കെയാണ് കഥാപാത്രങ്ങള്. അവരുടെ കുപ്പായം കൊണ്ടിടുന്ന കാര്യം അടി പാഴ്സലാണ്. ഇളക്കങ്ങൾ നടന്ന ഇവരുടെ ഇന്നസെന്റും ഡേവിഡും പ്രൊഡ്യൂസ് ചെയ്ത് മോഹൻ ഡയറക്ട് ചെയ്ത പടം ഇളക്കങ്ങൾ. ആ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് നല്ലൊരു ഷർട്ട് കിട്ടുന്നത്, ഒരു കോസ്റ്റ്യൂം ഒരു സാധനം കിട്ടുന്ന ആ സിനിമയ്ക്കാണ്. അപ്പോഴത്തേക്ക് 10-20 സിനിമകളായി, ബാക്കി എല്ലാം കണക്കാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഈ ടൈപ്പ് ചെയ്യപ്പെടരുതെന്ന് ഭയങ്കര വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നേ ഒരു ധാരണയുണ്ടായിരുന്നു. കുറച്ചു കാലം ഒരു മാധ്യമ പ്രവർത്തനത്തിൽ വ്യവഹരിച്ചതിന്റെ അത് സിനിമയുടെ പിന്നാമ്പറമായിട്ട് ബന്ധം വന്നുകൊണ്ടാണ്.